സദാശിവസമാരംഭാം പരമ്പരയെ സ്മരിച്ചുകൊണ്ട് മണ്ഡൂക്യോപനിഷത്ത്. ഓമിത്യേതക്ഷരമിദം സർവം തസ്യോപം വ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാരേവ യച്ഛാന്യത്ര കാലാതീതം തദപ്യോംകാരേവ. സർവം ഹേതദ് ബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിക്തഭുക് തേജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തസ്സുഷുപ്തം സുഷുപ്തസ്ഥാനൈകീഭൂതപ്രജ്ഞാനഘനയേവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോ മുഖപ്രാജ്ഞസ്തൃതീയപാദഃ. യേഷ സർവേശ്വര യേഷ സർവജ്ഞ യേഷ അന്തര്യാമി യേഷ യോനിഃ സർവസ്യ പ്രഭവാപ്യോ ഹി ഭൂതാനാം. നന്ദപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം യകർമ്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ. സ്വയമാത്മാദ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദമാത്ര മാത്രാശ്ച പാദ അകാര ഉകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര അതിമത്വാദ്വാ പുനോദിഹ വൈ സർവാൻ കാമാനാദിശ്ച ഭവതി ഏവം വേദ. സ്വപ്നസ്ഥാനത്തൈജസ ഉകാരോ ദ്വിതീയാ മാത്ര ഉത്കർഷാദ് ഉഭയത്വാദ്വാ ഉത്കർഷതിഹ വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി നാസ്യ ബ്രഹ്മവിക്കുലേ ഭവതി ഏവം വേദ.
സുഷുപ്തസ്ഥാനപ്രജ്ഞോ മകാരസ്തൃതീയമാത്രാമിതിരപീതിർവാ ഇദം സർവം അപീതിശ്ച ഭവതി ഏവം വേദ മാത്രശ്ചതുർത്ഥോ വ്യവഹാര്യ പ്രപഞ്ചോപശമസ്യോ അദ്വൈത ഏവം ഓംകാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം ഏവം വേദ. അനാഥശാന്തി പ്രകടനത്തിൽ 92ാമത് കാര്യം. ആദിബുദ്ധ പ്രകൃത്യൈവ സർവേ ധർമാസു നിശ്ചിതാഃ യസ്യേവം ഭവതീക്ഷാന്തി സോമൃതത്വായ കൽപ്പതേ. ജ്ഞേയതാപി ധർമാണാം സംവൃത്തിയോ ന പരമാർത്ഥദൈത്യാഃ യസ്മാത് ആദോ ബുദ്ധ ആദിബുദ്ധ പ്രവൃത്തിയവ സ്വഭാവത ഏവ യഥാ നിത്യപ്രകാശസ്വരൂപഃ സവിതഃ ഏവം നിത്യബോധസ്വരൂപായിത്യർത്ഥഃ. സർവേ ധർമ്മാ സർവാത്മാനഃ. ആദിബുദ്ധ പ്രകൃതിവ. കഴിഞ്ഞ 2 കാര്യങ്ങളിലും പറഞ്ഞു. ഹേയ ജ്ഞേയാപ്യപാക്യാനി അവിടെ പറഞ്ഞു. വിജ്ഞേയമായിരിക്കുന്ന ഒന്നുണ്ട്. മറ്റു 3 അവിടെ ഉപലംഘനമാണ്, കൽപ്പനയാണ്. ആപ്യപാക്യ ഹേയങ്ങളല്ല. അടുത്ത കാര്യങ്ങളും പറഞ്ഞു. ജ്ഞേയ സർവേ ധർമ്മ ആകാശവത് അവിടെ പറഞ്ഞു. ആകാശത്തെ പോലെ സർവവ്യാപിയായി സ്വയം സർവരും ഗ്രഹിക്കണം എന്നും പറഞ്ഞു. അവിടെ 2 പറഞ്ഞത് അങ്ങനെ ഗ്രഹിക്കണം, അറിയണം, മനസ്സിലാക്കണം എന്നൊക്കെയാണ്. അപ്പോ തോന്നും അജാതിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഇനി എന്തോ മനസ്സിലാക്കാൻ ശേഷിക്കുന്നുണ്ട്. മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കർത്തവ്യം ഉണ്ട്, മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്. അതിലൂടെയാണ് മോക്ഷത്തെ പ്രാപിക്കേണ്ടത് എന്നൊക്കെ തോന്നും. അതിന് സമാനം പറയാണ് ജ്ഞേയതാവി ധർമ്മാണ സംവൃത്യായി. ജ്ഞേയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ, പലതവണ ആവർത്തിച്ച് പറഞ്ഞു. ധർമ്മം ആത്മാ എന്ന് വെച്ചാൽ ശ്രോതാക്കൾ. ആചാര്യൻ ഉപദേശിക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ജ്ഞേയത കർത്തവ്യമാണെന്ന് തോന്നുന്നു. അതും എന്താണ്? ആ ജ്ഞേയത സമൃദ്ധിയായവ, അതും കാൽപ്പനികമായ വ്യവഹാരം തന്നെ. അതിനെ അറിയുക എന്ന് പറയുന്നത് ഒരു പരമാർത്ഥമായ കാര്യമല്ല.
വാസ്തവത്തിൽ നിങ്ങൾക്ക് ഇവിടെ അറിയാനായി ഒന്നും ശേഷിക്കുന്നില്ല. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യുന്നതെന്നും മനസ്സിലാക്കിയതാണ്. അജാതം, അജാതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ അറിയേണ്ടതായിട്ടൊന്നുമില്ല. യസ്മാ, എന്തുകൊണ്ട്? ആദൗ ബുദ്ധ ആദിബുദ്ധ പ്രകൃതിയേവ സ്വഭാവതയേവ യഥാ നിത്യപ്രകാശ സ്വരൂപ സവിത ഏവം നിത്യബോധസ്വരൂപ ഇത്യർത്ഥ എന്ന് പറയുന്നു. ആദിബുദ്ധന്മാരാണ്. ആരാണ് ആദിബുദ്ധന്മാരെന്ന് പറയുന്നത്? സർവേ ധർമ്മ എന്ന് പറഞ്ഞു. സർവധർമ്മങ്ങളും സർവ ആത്മാക്കളും എന്നുവെച്ചാൽ സർവശ്രോതാക്കളും. ഇവിടെ ആചാര്യൻ ഇത് നമ്മളോട് ഉപദേശിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സർവരും ആദിബുദ്ധന്മാരെന്നാണ്. ബുദ്ധനെന്ന് പറഞ്ഞാൽ ആരാണ്? ആദിബുദ്ധൻ വിശേഷിച്ചു. പല ബുദ്ധന്മാരെ കുറിച്ച് ഇവിടെ പറയും. പല ശങ്കരാചാര്യന്മാരെ കുറിച്ച് പറയുമ്പോൾ അടുത്ത് പറയും നേത ബുദ്ധേന ഭാഷിതം, ബുദ്ധൻ പറഞ്ഞ കാര്യമല്ല എന്ന് പറയും. അതിനൊന്നും പരസ്പര വൈരുദ്ധ്യമുള്ളതായി തോന്നരുത്. ഇവിടെ പറയുന്ന ആദിബുദ്ധനെ കുറിച്ചാണ്. പരിനിർവാണത്തെ പ്രാപിച്ച ആൾ, അതാണ് ആദിബുദ്ധൻ. നമ്മൾ കരുതിയിരിക്കുന്ന എന്താണ്? ഒരു ബുദ്ധൻ നിർവാണത്തെ പ്രാപിച്ച് ബാക്കിയുള്ളവരെല്ലാം ആ ബുദ്ധന്റെ മാർഗത്തെ പിന്തുടരുന്നു എന്നാണ്. ഇവിടെ ആചാര്യം പറയുന്നത് അങ്ങനെയല്ല. സർവരും ആദിബുദ്ധന്മാരാണ്. ഇത് ശ്രവിക്കുന്ന സർവരും ആദിബുദ്ധന്മാരാണെന്നാണ്. എന്നുവെച്ചാൽ സർവരും നിർവ്വാണത്തെ പ്രാപിച്ചവർ തന്നെ. അതിന് താല്പര്യം അതാണ്. കാരണം ഈ ചർച്ച എത്തിക്കുന്ന എവിടെയാണ്? നിർവ്വാണത്തിലേക്കാണ്. ഇത് ഒരിടത്തും അങ്ങനെ ബോധിപ്പിക്കുന്നില്ല. നീ അജ്ഞനാണ്, നീ ബന്ധനസ്ഥനാണ്, നിനക്ക് മോക്ഷം നേടാനുണ്ട്, നീ ഗുരുവിനെ സമീപിക്കണം, ഉപദേശം തേടണം, മോക്ഷം ഇനി നേടേണ്ടതുണ്ട്, അങ്ങനെയൊന്നുമല്ല ഇവിടെ ബോധിപ്പിക്കുന്നു. അതെല്ലാം കഴിഞ്ഞു. അങ്ങനെയെല്ലാം ബോധിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിനെ നിഷേധിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നു. അതൊക്കെ ഇരുന്നോട്ടെ. അതൊക്കെ ആർക്കെങ്കിലും ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ ആകാം. പക്ഷെ ഇവിടെ ഇത്രയും ചർച്ച കഴിഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണോ? നീ ആദിബുദ്ധനാണ്, നീ നിർവ്വാണത്തെ പ്രാപിച്ചവനാണ്. അതെങ്ങനെ ശരിയാവും? ശരി, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ്. തുര്യനെ കുറിച്ചും തുര്യാധിഗമത്തെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്തു. പക്ഷെ കേൾക്കുന്ന ഞാൻ എങ്ങനെയാണ് ആദിബുദ്ധനാകുന്നത്? സാധാരണ ബൗദ്ധന്മാർ പറയാറുണ്ട്, ബുദ്ധം ശരണം ഗച്ഛാമി, ബുദ്ധനെ ശരണം പ്രാപിക്കുന്നു. ബുദ്ധനെ ശരണം പ്രാപിച്ചവനെന്നല്ല, ശരണം ഗതവാൻ എന്നല്ല, ശരണത്തെ ഞാൻ പ്രാപിച്ചവനാണ്. ശരണം അകച്ചം എന്നല്ല പറയുന്നു. ശരണം ഗമിഷ്യാമി, ഞാൻ ശരണം പ്രാപിക്കുമെന്നല്ല. എന്താണ് ശരണം ഗച്ഛാമി? ശരണം ഗച്ഛാമി എന്ന് പറയുമ്പോൾ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു, പ്രാപിച്ചവനാകുന്നു ഇപ്പൊ തന്നെ, മുമ്പല്ല, ഇപ്പൊ തന്നെ. ബുദ്ധനെ ശരണം പ്രാപിക്കുന്നവൻ ബുദ്ധൻ തന്നെ. അതാണ് പറയുന്നതിന്റെ താല്പര്യം. ബുദ്ധനെ ശരണം പ്രാപിക്കുന്നവൻ ബുദ്ധനല്ലാതെ ആരാണ് ആകുന്നത്? എന്തുകൊണ്ടാണ്? ആ ബുദ്ധത്വം, ബൗദ്ധത എന്ന് പറയുന്നത് പ്രകൃതിയേവ സ്വഭാവതയേവ, അത് സ്വഭാവം തന്നെയാണ്.
എന്നാലും അവിടെ സംശയം. അതെങ്ങനെ സാധിക്കും? ബുദ്ധൻ അത് സ്വഭാവതയേവ പ്രവൃത്തിയായവ ആദിബുദ്ധനാണ് എന്ന് അതെങ്ങനെ ശരിയാകും? അതായിത്തീരുന്നില്ലല്ലോ. അതായിത്തീരാതെ എങ്ങനെ ആകും എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തിയായവ. അതായിത്തീരേണ്ട ഒന്നല്ല, അതാണ്. അതായിരിക്കും. എങ്ങനെ അതായിത്തീരാൻ പറ്റും? അത് കഴിയത്തില്ല. ആദിബുദ്ധനായിരിക്കെ പിന്നെ ബുദ്ധനാകാനുള്ള ഒരു ശ്രമം, അതിനൂടെ സമൃദ്ധി എന്ന് പറഞ്ഞു. അതൊരു ഭ്രാന്തിയാണ്. ബുദ്ധൻ വീണ്ടും ബുദ്ധനാകാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ സാധിക്കും. അത് ഭ്രാന്തിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്? മോക്ഷം ഭ്രാന്തിയാണ്, ഗുരു ഭ്രാന്തിയാണ്, ശിഷ്യൻ ഭ്രാന്തിയാണ് എന്നെല്ലാം പറയുന്നതാണ്. പറഞ്ഞ സ്വഭാവദേവ അത് മനസ്സിലാക്കാൻ പ്രയാസമാണല്ലോ. ഇത് മനസ്സിലാക്കേണ്ട കാര്യമല്ല. മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലെല്ലാം നമുക്ക് പ്രയാസവും സരളതയൊക്കെ അനുഭവപ്പെടും. ഇത് മനസ്സിലാക്കേണ്ട കാര്യമല്ല. ഇതെന്താണ്? സ്വപ്രകൃതിയെക്കുറിച്ച് പറയുകയാണ്, സ്വസ്വരൂപത്തെക്കുറിച്ച് പറയുകയാണ്, ശ്രോതാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുകയാണ്. നീ ആദിബുദ്ധനാണ്, നീ ബുദ്ധത്വത്തെ പ്രാപിക്കേണ്ടവനല്ല. ഈ ശ്രവിക്കുന്ന സമയത്ത് അത് തന്നെയാണ് എന്നാണ്. ഉദാഹരണത്തിലൂടെ പറയുന്നു, യഥാ നിത്യപ്രകാശസ്വരൂപ സവിത ഏവം നിത്യബോധസ്വരൂപ. അതാണ് അതിന്റെ താല്പര്യം. നിത്യപ്രകാശസ്വരൂപ സവിത, നിത്യപ്രകാശസ്വരൂപനായിരിക്കുന്ന സവിതാവിനെ പോലെ, സൂര്യനെ പോലെ. സൂര്യനും പകലും രാത്രിയില്ല, ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നില്ല. മറിച്ചത് പ്രകാശസ്വരൂപം തന്നെയാണ്. അതുപോലെ ഇവിടെ ശ്രോതാവ് ആത്മസ്വരൂപം തന്നെയാണ്. അതിൽ ഒരു പക്ഷേ ഒരു പിന്നെ അങ്ങനെയില്ല, നാളെ അങ്ങനെ ഒന്നില്ല, സദാ അങ്ങനെയാണ്. മുമ്പ് അജ്ഞനായിരുന്നു, പിന്നീട് ഗുരുവിനെ സമീപിച്ച് ഉപദേശം തേടി വിജ്ഞനായി, അങ്ങനെ ഒന്നില്ല. ഇപ്പോ ബുദ്ധനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ബുദ്ധൻ തന്നെ ബുദ്ധനെ പിന്തുടരുന്നത്. നിത്യബോധസ്വരൂപ, ഇതാണ് പരമാർത്ഥം. പരമാർത്ഥത്തെ ബോധിക്കുന്നില്ല എന്ന പരാതിക്ക് അർത്ഥമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അത് ബോധിക്കേണ്ട ഒന്നല്ല. ബോധിച്ചാൽ എന്താവും? സമൃദ്ധിയാവും ആണ് പറയുന്നത്. ജ്ഞേയത അഭി സമൃദ്ധിയായവ. നിങ്ങളതിനെ ജ്ഞേയമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സമൃദ്ധിയാകും, അത് ഭ്രാന്തിയാകും. ഭ്രാന്തിയിൽ നിന്ന് മുക്തനായവൻ ഭ്രാന്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ സംഭവിക്കും. ഇതാരെ സംബന്ധിച്ചാണ് പറയുന്നത്? സർവേ ധർമ്മ സർവ ആത്മാനഃ, സർവാത്മാക്കളും ഇത് തന്നെയാണ്. എന്നുവെച്ചാൽ സർവശ്രോതാക്കളും അങ്ങനെയാണ്. അല്ലാതെ നിങ്ങളവിടെ ഈ കൽപ്പിച്ചു കൂട്ടി ബന്ധത്തെ നശിപ്പിക്കാനോ ഒരു മോക്ഷത്തെ വരുത്താനോ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ തേഷാം നിശ്ചയ കർത്തവ്യോ എന്ന് പറയുന്നത്. നിങ്ങളിനി അത് ഉറപ്പിക്കേണ്ട കാര്യമില്ല. അതാണെന്ന് കൽപ്പിച്ചുകൂട്ടി ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ തേഷാം നിശ്ചയ കർത്തവ്യോ, ഒരുവനും അത് നിശ്ചയിക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്നില്ലേ, എന്ന് പറഞ്ഞല്ലോ, ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ അതിനെ നിശ്ചയിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? നിത്യനിശ്ചിത സ്വരൂപ, നിത്യനിശ്ചിത സ്വരൂപമാണത്. പിന്നെ ഇതെല്ലാം എന്തിന്?
അത് ഇത് ബോധിക്കാൻ വേണ്ടി തന്നെ എങ്ങനെ ആദിബുദ്ധനാണ്. അതിന്റെ ബോധ്യപ്പെടലെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഏത് തരത്തിലുള്ള ബോധ്യപ്പെടലായാലും അത് സമൃദ്ധി രൂപത്തിലായിരിക്കും. അത് പരമാർത്ഥമാണ്. എന്തുകൊണ്ട് സന്ദിഹ്യമാന സ്വരൂപ ഏവം നൈവം ചെയ്തി. ഇത് സന്ദേഹിക്കപ്പെടുന്ന ഒരു സ്വരൂപമല്ല എന്നാണ്. ഒരുവന്റെ സ്വരൂപം ഒരിക്കലും അവന്റെ സന്ദേഹത്തിന് വിഷയമാകുന്ന ഒന്നല്ല എന്ന്. അതെന്താ സന്ദേഹിക്കുന്ന? എന്താണ്? അന്യമായതിന് സർവത്തിനെയും നമ്മൾ സന്ദേഹിക്കുന്നു, സംശയിക്കുന്നു. ഏതൊരു വിഷയത്തെക്കുറിച്ച് സന്ദേഹിക്കാം. ഇതാണോ, ഇതാണോ, അതിനെക്കുറിച്ച് സംശയിക്കാം. അതിന്റെ ധർമ്മങ്ങളെക്കുറിച്ച് സംശയിക്കാം. ഇത് കറുത്തതാണോ, വെളുത്തതാണോ, നല്ലതാണോ, ചീത്തയാണോ. ഈ തരത്തിൽ ദ്വന്ദ്വാത്മകമായി ഉഭയകോടി സംശയങ്ങൾ സർവ്വ വിഷയങ്ങളെക്കുറിച്ചും വരും. പക്ഷെ സ്വരൂപത്തെക്കുറിച്ച് ആർക്കും ഇതുവരെ സംശയം ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാകത്തുമില്ല. സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധം. അതാണ് സ്വരൂപം. അതിൽ സംശയങ്ങൾ ഇങ്ങനെ മാറി വരുന്നു. നാനാ വിഷയങ്ങളെക്കുറിച്ച് ഭ്രാന്തമായ സംശയങ്ങൾ. ആ സംശയങ്ങൾ എല്ലാം ബഹിർമുഖമായിട്ടാണ്. ഭ്രാന്തമായ സംശയങ്ങളെല്ലാം അന്തർമുഖമായിട്ടല്ല. സ്വസ്വരൂപത്തിലേക്ക് ഒരു സംശയത്തിനും പോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സർവ സംശയങ്ങൾക്കും ആധാരമായിരിക്കുന്നത് എന്താണ്? നിത്യബോധസ്വരൂപ. നിത്യബോധസ്വരൂപമായിരിക്കുന്ന ഈ സ്വരൂപമാണ്. ഇതെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സന്ദേഹങ്ങൾ, ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള ഈ കൽപ്പനകൾ, ജനന മരണങ്ങളെക്കുറിച്ചുള്ള കൽപ്പനകൾ, ഇതിനെല്ലാം ആധാരം എന്താണ്? വളരെ ലളിതവും സ്പഷ്ടവുമായ കാര്യമാണ്. സ്വബോധം തന്നെ. സ്വബോധത്തിലല്ല ഇതെല്ലാം നിൽക്കുന്നത്. ഒരുവൻ ശിഷ്യനാകുന്നതും മറ്റൊരുവൻ ഗുരുവാകുന്നതും, ഒരാൾ ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നതും വേറൊരാൾ മുക്തനായിരിക്കുന്നതും, ശാസ്ത്രവും ശാസ്ത്രതാവും ശിഷ്യനും സർവവും കേവലമായി ബോധത്തിലല്ല സ്ഫുരിക്കുന്നത്. ഈ ബോധത്തിലാണിത് നിലനിൽക്കുന്നത്. പറയുന്നത് നിത്യബോധസ്വരൂപ. അത് പറഞ്ഞ് സവിതാവിനെ പോലെ, സൂര്യനെ പോലെ. സൂര്യന്റെ പ്രകാശം അതെവിടെ നിൽക്കുന്നു? അത് സൂര്യൻ തന്നെയാണ്. നിന്റെ ബോധം എവിടെയാണ്? നീ തന്നെയാണ് ആ ബോധം. നിന്റെ സ്വരൂപം തന്നെയാണത്. അതിനെ തന്നെയാണ് ഇതിന്റെ അസ്തിത്വം എന്ന് പറയുന്നത്. ബോധത്തിൽ ബാക്കിയെല്ലാം പ്രകടമാകും. അതിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് സമൃദ്ധിയാകും, ഭ്രാന്തിയാകും. കാരണം അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രകാശത്തിലാണ് ബാക്കി സർവ്വവും നിൽക്കുന്നത്. അജ്ഞാന സംശയ വിപര്യങ്ങളെല്ലാം അതിന് നിൽക്കുകയാണ്. പിന്നെ അതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം തോന്നുന്നു. നിത്യ പ്രകാശസ്വരൂപമായിരിക്കുന്നു. അതിന് സൂര്യന്റെ ഉദാഹരണം പറഞ്ഞു. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയം വരുന്നില്ല. സ്വസ്വരൂപത്തെക്കുറിച്ച് സംശയം വരുന്നില്ല. എന്നാൽ സ്വസ്വരൂപത്തിലൂടെ നാനാ സംശയങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ആ സംശയങ്ങളൊന്നും തന്നെ അതിനെ വിഷയീകരിക്കുന്നു. ബാഹ്യമായ പലതിനെയും വിഷയീകരിക്കുന്നു. അതിനാണ് മായ, ഭ്രാന്തി എന്ന് പറയുന്നത്. ബോധത്തിനെ കുറിച്ച് ആർക്കാ സംശയമുള്ളത്? തന്റെ അസ്തിത്വത്തെക്കുറിച്ച് ആർക്ക് സംശയം വരുന്നില്ല. ഞാനുണ്ടോ ഇല്ലയോ എന്നാരും സംശയിക്കാറില്ല. സംശയത്തിനത് വിഷയമാകാറില്ല. വേണ്ടി ഒന്നല്ല ഈ ശരീരമുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കും. അതുവരെ സംശയിക്കും. പക്ഷെ താൻ, തന്റെ അസ്തിത്വം,
താൻ എന്നുള്ള ആ ബോധസ്ഫുരണം, ഞാനെന്ന് പറയുന്ന ഒരു ബോധസ്ഫുരണമാണ്, അത് സ്വരൂപസ്ഫുരണമാണ്. അതിൽ സംശയമില്ല. സന്ദിഹ്യമാന സ്വരൂപ എന്ന് പറയുന്നത്, അതിൽ സംശയമില്ലെങ്കിൽ അത് തന്നെയാണ് പരമാർത്ഥം. അതാണ് ഇവിടെ നിത്യബോധസ്വരൂപ എന്ന് പറഞ്ഞത്. യസ്യ മോക്ഷോ ഏവം യഥോക്ത പ്രകാരേണ സർവദാ ബോധനിശ്ചയ നിരപേക്ഷത ആത്മാർത്ഥം പരാർത്ഥം വാ യഥാ സവിത നിത്യം പ്രകാശാന്തര നിരപേക്ഷ സ്വാർത്ഥം പരാർത്ഥം ച ഇത്യവും ഭവതി. ശാന്തി ബോധ കർത്തവ്യത നിരപേക്ഷത ഇവിടെ പറഞ്ഞു വരുന്നതിനെ കുറിച്ചാണ്. ബോധ കർത്തവ്യത നിരപേക്ഷത. ഇവിടെ ബോധകർത്തവ്യത എന്ന് പറയുന്നത് നിരപേക്ഷമായി നിൽക്കുന്നു എന്നാണ്. ഈ പുറമേ കാണുന്ന വസ്തുക്കളെ കുറിച്ച് നമ്മൾ ബോധം ഉണ്ടാക്കുന്നു. അത് ഭ്രാന്തി, മായ, ഇതിന്നതാണ് ഇതിന്നതാണ്. പക്ഷേ ഈ ബോധം ഉണ്ടാക്കുന്നവന് താൻ ഇന്നതാണെന്ന് ബോധിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഉണ്ടാക്കിയെടുത്ത ബോധമല്ല, തന്നെക്കുറിച്ചുള്ള ബോധം, ബോധത്തെക്കുറിച്ചുള്ള ബോധം, അതിന്റെ ആവശ്യം വരുന്നില്ല. അതിന് ഇവിടെ ഉദാഹരണം പറയുന്നു. പരാർത്ഥം ആത്മാർത്ഥം വാ. സൂര്യന് തന്നെ പ്രകാശിപ്പിക്കുന്നതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. മറ്റേതെങ്കിലും ഒരു പ്രകാശത്തിന്റെ സഹായത്തോടുകൂടിയില്ല അത് തന്നെ പ്രകാശിപ്പിക്കുന്നു. ഇരുട്ടിൽ ഇരിക്കുന്ന വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതിന് വേറൊരു വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ സ്വാർത്ഥം, തനിക്ക് വേണ്ടി അതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. അതുപോലെ ഈ ബോധത്തിന് അത് പ്രകാശസ്വരൂപമായതുകൊണ്ട് തന്നെ മറ്റൊന്നിന്റെ സഹായത്തോടുകൂടി അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല, നടക്കുന്നില്ല. ഇനി അതേ സൂര്യനെ തന്നെ മറ്റൊരു വസ്തുവിനെ പ്രകാശിപ്പിക്കാൻ വേറൊരു സൂര്യന്റെ ആവശ്യമില്ല. എവിടെയെല്ലാം അന്ധകാരമുണ്ടോ അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് അവിടെ അത് പ്രകാശം ചൊരിയുകയാണ്. അപ്പോൾ വേറൊരു പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുക സൂര്യന് സംഭവിക്കുന്നില്ലല്ലോ. അതുപോലെ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ മറ്റെന്താണ് ഉപകരിക്കുന്നത്? ഈ ബോധത്തെ പ്രകാശിപ്പിക്കാൻ, ബോധത്തിനെ പ്രകാശിപ്പിച്ചു എന്ന് ആർക്ക് പറയാൻ കഴിയും? മറ്റെന്തുകൊണ്ട് പ്രകാശിപ്പിക്കാൻ പറ്റും? ഗുരുവിന് കഴിയുമോ? ശാസ്ത്രത്തിന് കഴിയുമോ? ഗുരു ശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള ഗുരു ശാസ്ത്രത്തെയാണ് പറയുന്നത്. വാസ്തവത്തിലുള്ള ഗുരു, വാസ്തവത്തിലുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഈ നിത്യബോധസ്വരൂപം തന്നെയാണ്. അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സങ്കല്പത്തിലുള്ള ഗുരു ശാസ്ത്രം അതിനൊന്നും ഇതിനെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല. സൂര്യന് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. ശാന്തി മറ്റൊന്നിന്റെ ആവശ്യമില്ല. അതെന്ത് ചെയ്യുന്നു? ആത്മാർത്ഥം പരാർത്ഥം വാ. ആത്മാർത്ഥമായിട്ടോ പരാർത്ഥമായിട്ടോ ബോധനിശ്ചയ നിരപേക്ഷത, അതാണ് ബോധം. അതാണ് ശാന്തി എന്ന് പറയുന്നതിന്റെ അർത്ഥമാണത്. ബോധ നിശ്ചയ നിരപേക്ഷത, ശാന്തിയുടെ അർത്ഥം. അതിനെ തന്നെ വേറെ രീതിയിൽ പറയുന്നത് സ്വയം പ്രകാശിക്കുന്നു. അത് മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒന്നിനെ അത് ആശ്രയിക്കുന്നില്ല എന്നർത്ഥം. ഇവിടെ
വേറെ സംശയം, ഗുരുവിനെ നിഷേധിക്കുന്നു, ശാസ്ത്രത്തെ നിഷേധിക്കുന്നു, ബന്ധത്തെ നിഷേധിക്കുന്നു, മോക്ഷത്തെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടു പഴകിയ കാര്യങ്ങളെ നിഷേധിക്കുന്നു എന്ന് വരും. അതൊരു അധിക പ്രസംഗമാണെന്ന് തോന്നിപ്പോ. ഇവിടെ നിഷേധിക്കുന്നതൊക്കെ എന്തിനാണ്? ഇവിടെ നിഷേധിക്കുന്നത് നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഇതിനെയൊക്കെയാണ് നിഷേധിക്കുന്നത്. മോക്ഷത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും ഗുരുവിനെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും എല്ലാം നമുക്ക് സങ്കല്പങ്ങളുണ്ട്. അതിനെ നിഷേധിക്കുകയാണ്. വാസ്തവത്തിൽ അതെല്ലാം എന്താണോ അതിനെല്ലാം നിഷേധിക്കുന്നു. അതാണ് വ്യത്യാസം. അല്ലാതെ ലാഘവത്തോടുകൂടി മാണ്ഡൂക്യത്തിൽ ഗുരുവും ശിഷ്യനൊന്നും ഇല്ല എന്ന് പറയുകയാണ് എന്ന് ധരിച്ചു കളയരുത്. വ്യാവഹാരികമായി നമ്മൾ ബോധിച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഏത് ഗുരു ശിഷ്യ ശാസ്ത്രം ഉപദേശം അനുഷ്ഠാനം സാധനം, അതിനെ വ്യാവഹാരികമായി നിഷേധിക്കുകയല്ല ചെയ്യും. മറിച്ച് അതിന്റെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. ആ പരമാർത്ഥത്തെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ബോധ നിശ്ചയ നിരപേക്ഷത. അതാണ് സത്യം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ വ്യവഹാരത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഗ്രഹിക്കാനുള്ളതല്ല, പരമാർത്ഥത്തിന്റെ തലത്തിൽ ബോധിക്കാനുള്ളതാണ്. ആ പരമാർത്ഥത്തിന്റെ തലത്തിൽ ഇത് ബോധിക്കാത്തിടത്തോളം കാലം വ്യവഹാരത്തിൽ ഇതൊക്കെ ഉള്ളത് തന്നെ, ഇതിനെയൊക്കെ ഉള്ളതായി അംഗീകരിച്ചേ മുമ്പോട്ട് പോകാൻ പറ്റും. ഇതിന്റെ രണ്ടു തലങ്ങളും മനസ്സിലാക്കണം. ഇതിനെ അനായാസമായി സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലാതെ അനായാസമായി നിഷേധിക്കാൻ വേണ്ടി പറയുന്നത്. അതാണ് ബോധനിശ്ചയ നിരപേക്ഷത എന്ന് പറയുന്നത്. ആത്മനിഷ്ഠമായി ഇതിനെ ഗ്രഹിക്കാൻ വേണ്ടി പറയുകയാണ്. ബാഹ്യമായി നിഷേധിച്ചിട്ടൊരു നിഷേധിയാകാൻ വേണ്ടി പറയുന്നതല്ല. രണ്ടും കൂടി കൂട്ടിക്കുഴച്ചു കളയും. അതിന് ദൃഷ്ടാന്തം പറഞ്ഞാണ് സവിതാവിനെ പോലെ, അല്ലെങ്കിൽ പറയാം ആകാശത്തെ പോലെ. അതും നല്ലൊരു ദൃഷ്ടാന്തമാണ്. ആദിബുദ്ധനായിരിക്കുന്നു എന്നർത്ഥം, ബോധസ്വരൂപനായിരിക്കുന്നു. ആകാശം ആകാശസ്വരൂപമായിരിക്കുന്നു, എപ്പോഴും അത് ആകാശസ്വരൂപമായിരിക്കുന്നു. ആകാശസ്വരൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൽപ്പിക്കുന്നു. തെളിഞ്ഞ ആകാശം, മൂടിക്കെട്ടിയ ആകാശം എന്നിങ്ങനെ കൽപ്പിക്കുന്നു. ആദിബുദ്ധനായിരിക്കുന്നവനിൽ തന്നെ ബന്ധമോക്ഷങ്ങളെ കൽപ്പിക്കുന്നു. വാസ്തവത്തിൽ ആകാശം തെളിഞ്ഞ ആകാശമാണ് അല്ല. പ്രകാശത്തെ ആകാശത്തിൽ ആരോപിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ആകാശം തെളിഞ്ഞ ആകാശമാണ്. ആകാശം ആ തെളിവിനും അപ്പുറമാണ്. തെളിഞ്ഞ ആകാശം എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? ജ്ഞാനി എന്ന് പറയുന്നത്. ജ്ഞാനത്തെ ഈ നിത്യപ്രകാശസ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ ആരോപിക്കുമ്പോൾ എന്ത് പറയുന്നു? ജ്ഞാനിയാണ്, ഗുരുവാണ്, ഇത്തരം കൽപ്പനകൾ വരും. വാസ്തവത്തിൽ അത് ആകാശധർമ്മമല്ല, പ്രകാശം. ആകാശം ഇരുട്ടിനും വെളിച്ചത്തിനും അപ്പുറമുള്ളതാണ്. അതിന് നമുക്ക് ഇരുട്ടെന്നോ വെളിച്ചമെന്നോ പറയാൻ പറ്റും. മൂടിക്കെട്ടിയ ആകാശം അങ്ങനെ ഒന്നില്ല. അതും ആകാശത്തെ കൽപ്പിക്കുകയാണ്. ഇരുട്ടുപോലെ വെളിച്ചത്തെ കൽപ്പിക്കുന്നു, വെളിച്ചത്തെ പോലെ തന്നെ ഇരുട്ടിനെയും കൽപ്പിക്കുന്നു. പകല് വെളിച്ചത്തെ കൽപ്പിക്കുന്നു, രാത്രി ഇരുട്ടിനെ കൽപ്പിക്കുന്നു. ആ ഇരുട്ടും വെളിച്ചമെല്ലാം ഉള്ളത് തന്നെ, പക്ഷെ അത് ആകാശത്തിലായി കൽപ്പിക്കുന്നു.
അത് ആകാശത്തിൻ്റെതായി ആരോപിക്കുന്നതാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ആകാശം മൂടിക്കെട്ടിയിരിക്കുമ്പോഴും ആകാശം അതിനപ്പുറം നിൽക്കുന്നു, വെളിച്ചത്തിനും ഇരുട്ടിനും അപ്പുറം നിൽക്കുന്നു. അതാണ് ആദിബുദ്ധൻ എന്ന് പറഞ്ഞത്. അതാണ് ഈ ശ്രോതാവിന്റെ സ്വരൂപം എന്നാണ്. അതാണ് പരമാർത്ഥം. അവിടെ വരുന്ന വെളിച്ചവും ഇരുട്ടും രണ്ടും പരമാർത്ഥമല്ല. അവിടെ വരുന്ന ജ്ഞാനവും അജ്ഞാനവും രണ്ടും പരമാർത്ഥമല്ല. ആണ് പറഞ്ഞത് ജ്ഞേയതാവി സംവൃത്തിയ. ആ ജ്ഞേയതയും സംവൃത്തിയാണ്, ഒരു ഭ്രാന്തി മാത്രമാണ്. അപ്പം നമ്മൾ ജ്ഞാനത്തെ ആർജിക്കാൻ ശ്രമിക്കുന്നു, മോക്ഷത്തിന് ശ്രമിക്കുന്നു. ആരെങ്കിലും കരുതുന്നു ഞാൻ മുക്തനായി എന്ന് കരുതുന്നുവെങ്കിൽ എന്താണ്? അവൻ ആദിബുദ്ധനല്ല. ആദിബുദ്ധന് ഇനി മുക്തനാകേണ്ട കാര്യമില്ല. അവൻ ബദ്ധനയായിട്ടില്ല, അവനെങ്ങനെ മുക്തനാകും? അസന്ദിഹ്യമാന സ്വരൂപ. അവിടെ സന്ദേഹമില്ല. സന്ദേഹം ഉള്ളിടത്തെ അത് നിവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. സംസാരം ഉള്ളിടത്തെ സംസാരത്തിന്റെ നിവൃത്തി ആവശ്യമുണ്ട്. അവരൊന്ന് സർവദാ ബോധനിശ്ചയ നിരപേക്ഷത. അതാണ് ക്ഷാന്തി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും കൽപ്പിച്ചു കൂട്ടി അവിടെ ക്ഷാന്തി ഉണ്ടാക്കിയാൽ, ആനന്ദത്തെയോ ശാന്തിയെയോ സമാധാനത്തെയോ സുഖത്തെയോ ഒക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതെല്ലാം വ്യവഹാരം ഈ സമൃദ്ധിയാണ്, കാൽപ്പനിക വ്യവഹാരം മാത്രം. അത് പ്രകാശാന്തര നിരപേക്ഷമായി തന്നെ സ്വാർത്ഥം പരാർത്ഥം. പ്രകാശത്തെ സംബന്ധിച്ചും അങ്ങനെ. ഓരോരുത്തരും ആദിബുദ്ധനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുവന് തന്നെ ഗ്രഹിക്കുന്നതിന്, സ്വരൂപഗ്രഹണം അവനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. സ്വയം ബോധിക്കുന്നതിന് മറ്റൊരുവൻ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ലൗകികമായി പോലും മറ്റൊരുവന്റെ സഹായമില്ലാതെയാണ് സ്വയം ബോധിക്കുന്നത്. എന്തിനീ ശരീരത്തെ ബോധിക്കുന്നതിന് മറ്റൊരാൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സിനെയും ബുദ്ധിയെയും ഒന്നും ബോധിപ്പിക്കുന്ന മറ്റൊരാൾ ബോധിപ്പിച്ചിട്ടല്ല. സ്വന്തം വികാര വിചാരങ്ങളെ ബോധിക്കുന്നത് മറ്റൊരാൾ ബോധിപ്പിച്ചിട്ടല്ല. ഇതിനെല്ലാം ഒരു ബോധം പ്രകാശിപ്പിക്കുന്നുകൊണ്ടാണ്. ഈ ബോധത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഈ ശരീരാദി കാര്യങ്ങളെ പോലും മറ്റൊരു ബോധത്തിന്റെ സഹായമില്ലാതെ ഗ്രഹിക്കാമെങ്കിൽ ബോധത്തിന്റെ സ്ഥിതി എന്താണ്? അതാണ് അതിന് സ്വയം പ്രകാശം. അതിനെ ബോധിക്കുന്നതിന് മറ്റൊരു ബോധത്തിന്റെ ആവശ്യമുണ്ട്. ഇത് സ്വയം അറിഞ്ഞുകൊണ്ടും എന്ന് പറയാം, സർവത്തിനെയും അറിയിപ്പിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യും. സ്വയം അറിഞ്ഞുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു, അത് വ്യക്തമായി. സർവത്തിനെ അറിയിപ്പിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഇത് പ്രകാശത്തിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ സൂര്യന് മറ്റൊന്നിനെ അറിയുന്നതിന് വേറൊരു സൂര്യന്റെ ആവശ്യമില്ല. അത് ഉദാഹരണം പൂർണ്ണമല്ല, ഒരു ഉദാഹരണം പൂർണ്ണമല്ല. കാരണം അതും ജഡപ്രകാശമാണ്. അതിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ശരിയാകണമെങ്കിൽ ഒരു ബോധം അതിന് സാക്ഷിയായാലേ പറ്റൂ. നിന്റെ ബോധത്തിന്റെ വെളിച്ചത്തിലാണ് സൂര്യൻ സ്വയം പ്രകാശിക്കുന്നതും മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുന്നതും. സൂര്യന്റെ പ്രകാശത്തെ ഗ്രഹിക്കുന്ന ബോധം നിന്നിലില്ലെങ്കിൽ പിന്നെ ഏത് സൂര്യൻ? സൂര്യൻ എങ്ങനെ സ്വയം പ്രകാശിക്കുന്നു? അതുകൊണ്ട് ആ ഉദാഹരണം സ്വബോധത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ സ്വയം പ്രകാശം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ
സ്വബോധത്തിലേ ഉള്ളൂ. അതറിയുന്നു, സ്വയം അറിയുന്നു. മറ്റുള്ളതെല്ലാം അറിയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളതിനെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് രണ്ടാമതൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. സ്വയം അറിയുന്നതിന് എങ്ങനെയാണോ മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ലാതിരിക്കുന്നത്, അതുപോലെ മറ്റുള്ളതിനെ അറിയുന്നതിന്, അതാണ് ഇവിടെ പറഞ്ഞത് സ്വാർത്ഥം, ആത്മാർത്ഥം, പരാർത്ഥം. ഇത് രണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒന്ന് സ്വയം താൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു, സ്വയം ബോധരൂപമായി സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ബോധസ്ഫുരണം തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതവിടെ അവസാനിക്കുന്നില്ല. അതോടൊപ്പം സർവനാനാത്വങ്ങളെയും ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ രണ്ട് കാര്യത്തിലും ഈ ബോധം രണ്ടാമതൊന്നിനെ ആശ്രയിക്കുന്നുണ്ടോ? നമ്മൾ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ചത്തെ നമ്മൾ ഗ്രഹിക്കുന്നത് മറ്റേതെങ്കിലും ഒരു ബോധത്തിന്റെ സഹായത്തോടു കൂടിയാണോ? അല്ല എന്ന് ഉറപ്പിച്ചും അറിയാം. കേവലമായിരിക്കുന്ന, ഏകമായിരിക്കുന്ന ആ ബോധസ്ഫുരണത്തിൽ ആ ബോധവും സർവവും പ്രകാശിക്കുന്നു. ഇത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആത്മനിഷ്ഠമായ അന്തർമുഖമായ അറിവെന്ന് പറഞ്ഞു. അതിനാണ് ഈ രണ്ട് ശബ്ദങ്ങളെ കൊണ്ട് പറയുന്നത്, ആത്മാർത്ഥം പരാർത്ഥം വാ. ഇതാണ് പറഞ്ഞത് ബോധ നിശ്ചയ നിരപേക്ഷത എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് പറയുന്നത് ബോധസ്ഫുരണം. ഈ ബോധസ്ഫുരണം ആണ് അസ്തിത്വം എന്ന് പറയുന്നത്. ഈ ബോധസ്ഫുരണത്തെയാണ് ഇവിടെ ക്ഷാന്തി എന്ന് പറയുന്നത്. അതുതന്നെയാണ് ആനന്ദം എന്ന് പറയുന്നത്. സച്ചിദാനന്ദം എന്ന് പറയുന്നു അത് തന്നെ. അതിലിതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്നില്ലാണ്. ഇതാണ് ആദിബുദ്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പരമാർത്ഥമെങ്കിൽ ഇതിനപ്പുറം മറ്റൊന്നും പറയാനില്ല, ബോധിപ്പിക്കാനില്ല. ഇതാണ് പരമാർത്ഥമെങ്കിൽ സ്വയം ബോധസ്വരൂപനായി സ്ഫുരിച്ചുകൊണ്ട് സർവത്തെയും സ്ഫുരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബോധത്തിൽ ബന്ധമോക്ഷങ്ങൾ എവിടെയാണ്? ഇതിലൊരു മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമം അതെവിടെ ചെന്നേക്കും? അതിനെന്താണ് അർത്ഥമുള്ളത്? എന്നാലും അങ്ങനെ ചിന്തിക്കുന്നു ബന്ധത്തെയും മോക്ഷത്തെയും കുറിച്ച്. അത് മുമ്പ് പറഞ്ഞതുപോലെ ആകാശത്തിൽ വെളിച്ചവും ഇരുട്ടും കാണുന്നത് പോലെയാണ്. ആകാശത്തിൽ വെളിച്ചവും ഇരുട്ടും കാണുന്നത് ദോഷമില്ല, അത്രയും കാണാം. അത് മുമ്പ് പറഞ്ഞതുപോലെ പ്രകൃതിയാ സംഭവിക്കുന്നതാണ്. അവിടെ തിരുത്തേണ്ട എന്താണ്? അത് ആകാശത്തിൻ്റെതാണെന്ന് ധരിക്കാതിരിക്കുക. ആ വെളിച്ചവും ഇരുട്ടും ആകാശത്തിൻ്റെതാണ് എന്ന് ധരിക്കരുത്. മറിച്ച് ആ വെളിച്ചവും ഇരുട്ടും എന്താണ്? വെറുതെ ആകാശത്തിൽ കൽപ്പിക്കുന്നതാണ്. ആകാശത്തിൽ ആകാശത്തിൻ്റെതെന്ന് അത് അവിടെ ആരോപിക്കുകയാണ്. അതിന് രണ്ട് കാര്യം വ്യക്തമാണ്. ഒന്ന്, അത് അനുഭവപ്പെടുന്നു. ആകാശത്തിൽ വെളിച്ചവും ഇരുട്ടും അനുഭവപ്പെടുന്നുണ്ട്. ആ അനുഭവം, ആ പ്രതീതി, അതിനെ നിഷേധിക്കുകയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അതിനെ നിഷേധിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്തതും ഇതുവരെ അറിഞ്ഞതും ഒക്കെ വ്യർത്ഥമാണ്. അതിന്റെ സമാധാനമല്ല ഇവിടെ പറയുന്നത്. ഈ ബന്ധമോക്ഷങ്ങളുടെ പ്രതീതി അതങ്ങനെ നിലനിന്നോട്ടെ. ആകാശത്തിലെ ഇരുട്ടും വെളിച്ചവും അതങ്ങനെ അനുഭവപ്പെടും. പക്ഷെ അവിടെ തിരുത്തേണ്ട ഒരു ചെറിയ ഭാഗമാണ്. എന്താണ്? അത് ആകാശത്തിൻ്റെതല്ല. ആകാശം എങ്ങനെയാണ്? നിരപേക്ഷമാണ്. ആകാശം ഇതിന് രണ്ടിനും അപ്പുറമാണ്. വെളിച്ചത്തിനും
ഇരുട്ടിനും അപ്പുറമാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പറയുന്നത് നിർലേപമാണ്, അത് അസംഗമാണ്, അത് സൂക്ഷ്മമാണ്, സർവവ്യാപിയാണ്. അത് വെളിച്ചവും ഇരുട്ടും ഇല്ലാത്തിടത്തും അതുണ്ട്. വെളിച്ചവും ഇരുട്ടും ആപേക്ഷികമാണ്. അത് ഇവിടെ പറഞ്ഞത് നിരപേക്ഷമാണ്. അതുപോലെയാണ് ഈ ബോധത്തിന്റെ സ്ഥിതി എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അവിടെ ഇത് അനുഭവപ്പെടുന്നു, അനുഭവപ്പെടാൻ പാടില്ല എന്നല്ല പറയുന്നു. നമുക്ക് സംസാരം അനുഭവപ്പെടുന്നുണ്ട്, ബന്ധനം അനുഭവപ്പെടുന്നുണ്ട്, ഇവിടെ സുഖദുഃഖങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതിനിടയിലൂടെ തന്നെ ഇതിനെല്ലാം അപ്പുറമുള്ള ജ്ഞാനം അനുഭവപ്പെടുന്നുണ്ട്. തത്വചിന്ത, ജ്ഞാനം, ഇതിനെല്ലാം നിരാകരിക്കുന്ന ജ്ഞാനം, ഇതെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. ഇതും അനുഭവപ്പെടാം. ആരും അനുഭവം ഉണ്ടാകുന്നതുവരെ തന്നെ കുറിച്ച് കരുതുന്ന അജ്ഞനാണ്. അനുഭവത്തിലേക്ക് ചെല്ലുമ്പോൾ പറയുന്നത് താൻ ജ്ഞാനിയാണ്. പക്ഷേ ആദിബുദ്ധൻ എന്ന് പറയുന്ന സ്വരൂപം അത് നിരപേക്ഷമാണ്. ഇതിനെയൊന്നും ആശ്രയിച്ചു നിൽക്കുന്നതല്ല. അതാണ് ക്ഷാന്തി എന്ന് പറയുന്നത്. ആദിബുദ്ധന്റെ ക്ഷാന്തി അതാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ നടപടിക്രമങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ ഭ്രാന്തിയിലെ നിലനിൽക്കുന്നു. സർവദാ സ്വാത്മനി, ഇത് സ്വസ്വരൂപത്തിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ സ്വസ്വരൂപത്തിൽ കാൽപ്പനികമായി ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചോദിക്കും, മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമം വേണ്ടേ? ബന്ധത്തിന്റെ അനുഭവം അത് നിലനിൽക്കുന്നിടത്തോളം കാലം മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമവും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അതിന് ശ്രമിക്കണമെന്നില്ല. നിങ്ങളുടെ പരിശ്രമം മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണെന്ന് അറിയണമെന്നൊന്നുമില്ല. ജീവന്റെ ഈ സ്ഫുരണം അത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ മോക്ഷമെന്ന് പേര് കൊടുക്കണമെന്നില്ല, അങ്ങനെ അതിനെ തിരിച്ചറിയണമെന്നില്ല. പക്ഷെ അതാണ് സംഭവിക്കുന്നത്. അത് അറിഞ്ഞ് സംഭവിക്കുമെന്ന് നമ്മളതിനെ ആത്മീയമെന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. അറിയാതെയാലും അതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വെളിച്ചത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മോക്ഷമെന്ന് പറയുന്നത്. ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? അറിയാൻ വേണ്ടിയിട്ടാണ്. അറിവിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? അതിന് സമമായിട്ട് തന്നെ അജ്ഞാനത്തിന്റെ അനുഭവം നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ ബന്ധത്തിൽ നിന്നുള്ള മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമമോ ഗുരുവോ ശാസ്ത്രമോ വ്യർത്ഥമെന്നല്ല പറയുന്നത്. വ്യർത്ഥമെന്നും പരമാർത്ഥമെന്നും പറയുന്നതിന് രണ്ട് അർത്ഥമാണ്, രണ്ടും ഒന്നല്ല. ഇവിടെ ഈ നിലയിൽ, പാരമാർത്ഥികമായ നിലയിൽ ഇതൊന്നും പരമാർത്ഥമല്ല എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്, നീ ഈ ശ്രോതാവ് ആദിബുദ്ധനാണ്. ആ ബുദ്ധത നീ ആർജിക്കേണ്ട ഒന്നല്ല. എന്നാലും നമ്മളിതിനെ ആർജിക്കാൻ ശ്രമിക്കുന്നു, യത്നങ്ങളിലൂടെ ആർജിക്കാൻ ശ്രമിക്കുന്നു. ആ ശ്രമങ്ങൾ, അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഇച്ഛ, നമ്മൾ പറയുമല്ലോ മുമുക്ഷുത്വം എന്നെല്ലാം പറയുന്നു.
പരമാർത്ഥത്തെ ബോധിപ്പിച്ചാലും പരമാർത്ഥമല്ല എന്നുള്ള ബോധം നിലനിൽക്കുക. അതിനാണ് ഇവിടെ സമൃദ്ധി എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുക. എങ്ങനെ പ്രതീക്ഷിക്കുന്നു? കേവലം കൽപ്പനകളെ അടിസ്ഥാനമാക്കി പ്രതീക്ഷിക്കുന്നു. ബന്ധമോക്ഷ കൽപ്പനകളെ അടിസ്ഥാനമാക്കി പ്രതീക്ഷിക്കുന്നു. നിത്യമുക്തനാണ്, ആദിബുദ്ധനാണെന്ന് ബോധിപ്പിച്ചാലും വീണ്ടും ബുദ്ധനാകാൻ വേണ്ടിയുള്ള പരിശ്രമം. ബുദ്ധന് പിന്നെ ബുദ്ധനാകാൻ വേണ്ടിയുള്ള പരിശ്രമം എന്താണ്? അതിന് പ്രേരിപ്പിക്കുന്ന ഇച്ഛയാണ്. അത് വേറെ എവിടെയോ വേറെ ഏതൊരവസ്ഥയിൽ എങ്ങനെയൊക്കെ പ്രാപിക്കേണ്ടതാണ് എന്നുള്ളൊരു ഭ്രാന്തിയെ പിന്തുടരുന്നുകൊണ്ടാണ്. ആ ഭ്രാന്തിയെ പിന്തുടരുന്നിടത്തോളം കാലം ഇവിടെ പറയുന്നതല്ല മാർഗം, മറ്റു മാർഗങ്ങളിലേക്ക് പോകേണ്ടി വരും. അവിടെയാണ് ജപതപാദികളൊക്കെ വേണ്ടി വരുന്നത്. അതൊക്കെ ആവശ്യമായിട്ടുണ്ട്. ഈ പറയുന്ന ബോധനത്തിൽ എന്താണ്? ഈ ബോധകർത്തവ്യത നിരപേക്ഷ, ആ നിരപേക്ഷതയെ ബോധിക്കുമ്പോൾ പിന്നെ അത്തരം യത്നങ്ങൾക്കൊന്നും സ്ഥാനമില്ല. എന്നാ കർമ്മണ എന്ന് ഭാഷ്യകാരൻ പറഞ്ഞതാണ്. പിന്നെ ഒരു യത്നം കൊണ്ട് സാധ്യമല്ല. ബാഹ്യമായോ ആന്തരികമായുള്ള യത്നങ്ങളുണ്ടെന്നും അത് സാധ്യമല്ല. കാരണം അത് നിരപേക്ഷമാണെന്ന് പറഞ്ഞു. ബോധകർത്തവ്യത നിരപേക്ഷത എന്ന് പറഞ്ഞു. ബോധനിശ്ചയ നിരപേക്ഷത. വീണ്ടും ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ ഒക്കെ ബാക്കി നിൽക്കുമ്പോൾ ഈ മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഭ്രാന്തമായി തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് അവസാനിക്കത്തില്ല. ഈ ഭ്രാന്തമായ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പരിശ്രമങ്ങളിൽ നിന്നുകൊണ്ട് മുക്തനാകാമെന്ന് ആരും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒന്ന് സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. മുക്തനാകുന്നത് എങ്ങനെയാണ്? അത് ആദിബുദ്ധൻ ആയിട്ടാണ്. നിത്യമുക്തനായിട്ടേ മുക്തനാകാൻ പറ്റും. ബന്ധനസ്ഥനായിട്ട് പിന്നെ മുക്തനാകാൻ സാധ്യമല്ല. അപ്പോൾ നിത്യമുക്തന് വീണ്ടും പ്രതീക്ഷകൾ വരെയാണ്, മുമുക്ഷുത്വം വരെയാണ്. അതുതന്നെയാണ് മുക്തിക്ക് തടസ്സമായിരിക്കുന്നത്. അതിങ്ങനെ അനാദി അനന്തമായി തുറന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് സർവേ ധർമ്മ, എല്ലാ ആത്മാക്കളും ആദിബുദ്ധന്മാരാണ്. ഇനി നിർവ്വാണത്തെ പ്രാപിച്ച് ഇനി മറ്റൊരു ബുദ്ധനാകേണ്ട കാര്യമില്ല. ഇതാണ് പരമാർത്ഥ തത്വം. അതിനുവേണ്ടി ഇവിടെ പറഞ്ഞു എന്താണ്? നിത്യം പ്രകാശാന്തര നിരപേക്ഷ സ്വാർത്ഥം പരാർത്ഥം ചൈത്യവും ഭവതി ശാന്തി ബോധകർത്തവ്യത നിരപേക്ഷത സർവദാ സ്വാത്മനി. ഇത് സ്വരൂപത്തിൽ ഇതാണ് പരമാർത്ഥം. സ്വരൂപസ്ഥിതി ഇതാണ്. ഇത് പരമാർത്ഥമാണ്. ആ നിരപേക്ഷതയിൽ നിങ്ങൾ എത്തിച്ചേരേണ്ട ആവശ്യമില്ല. ആ നിരപേക്ഷതയെ നിങ്ങൾ കൽപ്പിച്ചുകൂട്ടി അറിയേണ്ട കാര്യമില്ല. അത് തന്നെയാണ് വാസ്തവം എന്നാണ്. അവിടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു യത്നം, എന്തെങ്കിലും ഒരു ചലനം, എന്തെങ്കിലും ഒരു സങ്കല്പം ഇതിന് വിപരീതമായി വരുന്നവ, അത് ഈ നിർവ്വാണത്തിന് തടസ്സമായിരിക്കുന്നു. അത്രയേ ഉള്ളൂ. സ്വമനിസ്വ അമൃതത്വായ അമൃതസ്വഭാവായ കൽപ്പതേ മോക്ഷായ സമർത്ഥോ ഭവതി. അവൻ മുക്തനായിത്തീരുന്നു എന്നാണ് അജാതി എന്ന് പറയുന്ന ഈ തത്വത്തിൽ പറയുന്നത്. അപ്പം നിങ്ങളുടെ പരിശ്രമം കൊണ്ടും നിങ്ങളുടെ സങ്കല്പങ്ങൾ കൊണ്ടും
ഒന്നും നിങ്ങൾ മുക്തനായി തീരേണ്ടതല്ല, മറിച്ച് നിത്യമുക്തൻ തന്നെയാണ്. അവിടെ ആ നിത്യമുക്തതയിൽ എന്ന് പറയുന്നത് അത് തന്റെ ബോധത്തിന്റെ സ്വയം പ്രകാശം തന്നെ. അതിൽ യത്നം ആവശ്യമില്ല, അത് സഹജമാണ്. അതാണ് ഇവിടെ പറഞ്ഞ പ്രകൃതിയായവ, അത് സഹജമായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉപദേശത്തിന്റെ സാങ്കത്യം എന്താണ്? ഇത്രയും മനസ്സിലാക്കുക. മുക്തി തന്റെ സ്വരൂപമാണ്, മുക്തി തന്റെ സ്വഭാവമാണ്, മുക്തി സഹജമാണ്. ഇതിനപ്പുറം മുക്തിക്ക് വേണ്ടിയുള്ള സർവകൽപ്പനകളും സമ്പ്രതി ഭ്രാന്തിയാണ്. അതുകൊണ്ട് ശ്രോതാവ് ആദിബുദ്ധനാണ്. അങ്ങനെ ആദിബുദ്ധനായി തീരുന്നത് മറ്റൊന്നും ചെയ്യാൻ അവശേഷിക്കാതിരിക്കുമ്പോഴാണ്, മുക്തിക്ക് വേണ്ടി. അവൻ ആദിബുദ്ധനായിത്തീരുന്നു. വീണ്ടും നമ്മളിത് ശ്രവിക്കുന്നു, പക്ഷെ അവിടെ ബോധിക്കുന്നില്ല. എന്താണോ ആചാര്യൻ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് ബോധിക്കുന്നില്ല. അവ മുക്തിക്കുള്ള ആഗ്രഹം വരും, മുക്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വരും, ഇനിയും പലതും അവശേഷിക്കുന്നുണ്ടെന്ന് തോന്നും. അപ്പോൾ അവൻ ബന്ധനത്തിൽ, അങ്ങനെ പരമാർത്ഥത്തിലുള്ള ഭ്രാന്തമായ ബന്ധനത്തിൽ തന്നെ വീണ്ടും മുമ്പോട്ട് പോകുന്നു. ആർക്കാണോ ആ നിരപേക്ഷതയിൽ നിൽക്കാൻ കഴിയുന്നത്, ഏതൊരു ശ്രോതാവിനാണോ കേവലം ആ ബോധമായി തന്നെ സ്മരിക്കാൻ കഴിയുന്നത്, ഈ സങ്കല്പത്തിൽ നിന്ന് മോചിതനാകാൻ കഴിയുന്നത്, നിത്യനിരപേക്ഷ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ കഴിയുന്നത്, അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? അനായാസ സ്ഥിതി എന്നാണ്. അതൊഴികെ ബാക്കിയുള്ളതെല്ലാമാണ് ആയാസം. ബാക്കിയുള്ള എല്ലാ പരിശ്രമങ്ങളും അത് ആയാസമാണ്. എന്തുകൊണ്ട് ആയാസമായി തീരുന്നു? ഇല്ലാത്ത ബന്ധനത്തെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ്. ഇല്ലാത്ത ബന്ധനത്തെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ, അത് സ്വയം ജീവൻ ആയാസമായി തീരുന്നു. മറിച്ച് ഈ സ്വരൂപസ്ഥിതി, നിത്യനിരപേക്ഷത, അത് സഹജമാണ്, അനായാസമാണ്. അത്രയും അനായാസമായി മറ്റൊന്നില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവനെ സംബന്ധിച്ച് അവന്റെ സർവയത്നങ്ങളും ആയാസകരമാണ്, ഒന്നൊഴികെ മോക്ഷം. ഇവിടെ പറയുന്ന യഥാർത്ഥ മോക്ഷം അതൊഴികെ. എന്തുകൊണ്ടത് നിത്യനിരപേക്ഷമാണ്, ഒന്നിനെ ആശ്രയിക്കുന്നു. അവൻ മോക്ഷത്തിൽ തന്നെ സ്ഥിതനായിരിക്കുന്നു. ഇതാണ് പരമാർത്ഥം. ഉപദേശത്തിന്റെ ആവശ്യം ഈ ഭ്രാന്തികളെ നിരാകരിക്കാൻ വേണ്ടി മാത്രം. ഭ്രാന്തി നിരാകരിക്കാൻ, അല്ലാതെ ഒരുവനെ മോക്ഷത്തിലെത്തിക്കാനോ മുക്തനാക്കാനോ അല്ല. അത് നമ്മൾ ഗീതാഭാഷ്യം ചർച്ച ചെയ്തപ്പോൾ അവിടെയും ഭാഷ്യകാരൻ പറഞ്ഞു, ഒരു ഉപദേശവും നിങ്ങളെ മുക്തനാക്കത്തില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ സ്വരൂപം തന്നെ മുക്തിയാണ്. പിന്നെ അത് ആരെങ്കിലും ആക്കിയെടുക്കുന്ന ഒന്നല്ല. അതിന്റെ ഉപദേശങ്ങളെല്ലാം ഈ ഭ്രാന്തിയെ നിരാകരിക്കുന്നതിന് വേണ്ടി മാത്രം. അതിന്റെ യുക്തിയാണ് ഇവിടെ പറഞ്ഞെന്താണ്? സ്വാർത്ഥമായോ പരാർത്ഥമായോ ഈ മുക്തി ഒന്നിനെ ആശ്രയിക്കുന്നില്ല. ആ മുക്തി എന്ന് പറയുന്നത് അത് സ്വസ്വരൂപം തന്നെ, ആത്മസ്വരൂപം തന്നെ. ആത്മാ എന്ന് പറയുന്നത് എന്താണ്? ആന്തരികമായ ഈ പ്രകാശം തന്നെ, സർവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രകാശം, സ്വയം പ്രകാശിക്കുകയും സർവത്തെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ആ പ്രകാശം, അത് തന്നെയാണ് ആത്മാവെന്ന് പറയുന്നത്. അതിനെങ്ങനെ ബന്ധനം വരുന്നത്? അതിന് ബന്ധനമില്ലല്ലോ. ബാക്കി അതിൽ അനുഭവപ്പെടുന്നതല്ല, അത് പരമാർത്ഥമല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഭ്രാന്തമായ കൽപ്പനകളെന്ന് പറയും. അതാണ് ഉദാഹരണത്തിൽ പറഞ്ഞത്.
ആകാശത്തിലെ വെളിച്ചവും നിഴലും പോലെ. അത്രയേ ഉള്ളൂ. അവൻ അമൃതത്വായ അമൃതഭാവായ അവനാണ് അമൃതത്വം, അവനാണ് ആദിബുദ്ധൻ എന്ന് പറയുമ്പോൾ എന്താണ്? സർവരും അത് തന്നെയാണ്. പക്ഷെ സർവരതായിട്ടുകൂടി ഭ്രാന്തി നിൽക്കുന്നു. ഇവിടെ ആചാര്യൻ ആരെയും മുക്തനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അവനോട് ആവശ്യപ്പെടുന്ന എന്താണ്? ഈ ഭ്രാന്തിയെ നിരാകരിക്കുക. മോക്ഷായ സമർത്ഥോ ഭവതി. ആ ഭ്രാന്തിയെ നിരാകരിക്കുന്നവൻ ആദിബുദ്ധനായി തന്നെ സ്ഥിതി ചെയ്യുന്നു. ഈ ഒരു താല്പര്യത്തിലാണ് ഇവിടെ പറയുന്നത് ഗുരുവില്ല, ശിഷ്യനില്ല, ബന്ധമില്ല, മോക്ഷമില്ല എന്ന് പറയുന്നു. ഇത് ഭ്രാന്തിയെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഉപദേശം, ആചാര്യന്റെ ഉപദേശം ഒരാൾ ശ്രവിച്ച് പരമാർത്ഥം എന്നതാണെന്ന് ഗ്രഹിച്ചു വീണ്ടും എന്താണ് ബന്ധം, മോക്ഷം ഇങ്ങനെ സങ്കല്പങ്ങളിലൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അവനെ സംബന്ധിച്ച് പറയാം എന്താണ്? അവൻ അജ്ഞനാണ്. അവൻ ഇനിയൊരു ഗുരുവിന്റെ ആവശ്യമുണ്ട്, ഇനിയൊരു ഉപദേശത്തിന്റെ ആവശ്യമുണ്ട്, അവന് സാധനയുടെ ആവശ്യമുണ്ട്. ആ ഒരു തലത്തിൽ അതിനെയൊന്നും നിഷേധിക്കുന്നില്ല. രണ്ടിനെയും രണ്ടായി തന്നെ മനസ്സിലാക്കും. പക്ഷെ ആർക്കാണോ ഇത്തരം ഒരു ഉപദേശത്തിലൂടെ ഈ ബോധനിരപേക്ഷതയിൽ നിൽക്കാൻ കഴിയുന്നത്, അവനെ സംബന്ധിച്ചാണ് പറയുന്നത് എന്താണ്? അവിടെ ഗുരുവില്ല, ശിഷ്യനില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിൽ ആശയക്കുഴപ്പത്തിന് വകയില്ലാത്ത രീതിയിലാണ് ആചാര്യൻ ഇതിനെ വിശദമാക്കിയിരിക്കുന്നത്. ഇത് തന്നെ ഇനി ആ മോക്ഷത്തെക്കുറിച്ചാണ് അടുത്ത കാര്യം പറയുന്നത് മറ്റൊരു രീതി. ആദിബുദ്ധ പ്രകൃത്യൈവ സർവേ ധർമാ സുനിശ്ചിതാ യസ്സേവം ഭവതി ക്ഷാന്തേ സ്വമൃതത്വായ കൽപ്പതേ. ആദിശാന്താഹ്യനുത്പന്നാ പ്രകൃത്യൈവ സുനിവൃതാ സർവേ ധർമാ സമാഭിന്നാ അജം സാമ്യം വിശാരദം. തഥാ നാഭിക്ഷാന്തി കർത്തവ്യതാത്മനി ഇത്യാഹ. പറയുന്നു ആദിശാന്ത, ശാന്തി സ്വസ്വരൂപത്തിൽ തന്നെ അതാ പറയുന്നു. എന്നാണ് പറയുന്ന ആദിശാന്ത. തഥാ നാഭിശാന്തി കർത്തവ്യതാത്മനി. നിങ്ങൾ ശാന്തിയെ പുറമേ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട. വൈദികൻ, യാജ്ഞികൻ ശാന്തി കർമ്മം നടത്തി ശാന്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലെ ഒരു സാധകൻ ശാന്തിയെ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ആദിശാന്ത, ആദിബുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ആദിശാന്തനാണ്. അശാന്തി എന്ന് പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ അശാന്തി എന്താണ്? ഈ വൃത്തികൾ തന്നെയാണ്, മനോവൃത്തികൾ തന്നെയാണ് അശാന്തി എന്ന് പറയുന്നത്. ഈ മനോവൃത്തികളുടെ ശാന്തിയാണ് പരമാർത്ഥ ശാന്തി എന്ന് ധരിച്ചാൽ നിനക്ക് ആദിശാന്തി പ്രാപിക്കാൻ കഴിയത്തില്ല. നീ ആദിശാന്തനാകത്തില്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൂര്യനുണ്ട്, കാഴ്ചക്കാരനുണ്ട്, ആകാശമുണ്ടെങ്കിൽ ഇവിടെ വെളിച്ചവും നിഴലും മാറി മാറി കണ്ടുകൊണ്ടേയിരിക്കും.
ഇതെല്ലാം ഉള്ളപ്പോൾ ആദി ശാന്തി ആണ് നിന്റെ സ്വരൂപമെങ്കിലും നീ അശാന്തനായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്, ആചാര്യൻ ഉപദേശിക്കുന്നത്. അതിൽ നിന്നെന്താ മനസ്സിലാക്കുന്നത്? നിന്റെ സ്വരൂപ ശാന്തിയായിരിക്കെ അശാന്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ബാഹ്യമായിരിക്കുന്ന ഈ അശാന്തിയെ ഇല്ലായ്മ ചെയ്തിട്ട് ശാന്തിയെ പ്രാപിക്കാമെന്നാണ് നമ്മൾ ധരിക്കുന്നത്. അശാന്തിയെ ഇല്ലായ്മ ചെയ്ത് ശാന്തി പ്രാപിക്കുക. അശാന്തി എന്ന് പറയുന്ന യുക്തവൃത്തികളാണ്. ഈ വൃത്തികളെ നിരോധിച്ചിട്ട് ശാന്തി പ്രാപിക്കുക, അതല്ല ഇവിടെ ഉപദേശിക്കുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ആദിശാന്തനാണെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വൃത്തികൾ പ്രവർത്തിച്ചാലും വൃത്തികളെ നിരോധിച്ചാലും രണ്ടായാലും ശരി ആദി ശാന്തനാണ് നീ, അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ വൃത്തികളെ നിരോധിക്കാൻ വേണ്ടി യത്നിക്കേണ്ട കാര്യമില്ല, അത് സംഭവിച്ചോട്ടെ. ആകാശത്തിലെ വെളിച്ചത്തെയോ നിഴലിനെയോ നിരോധിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ദുഃഖവും സന്തോഷവും പകരുന്നത് കാഴ്ചക്കാരനാണ്. കാണുന്നവനത് ദുഃഖവും സന്തോഷവും കൊടുക്കുന്നു. വെളിച്ചം സന്തോഷത്തെയും ഇരുള് ദുഃഖത്തെയും കൊടുക്കും. ആകാശത്തിനോ? ആകാശം ആദിശാന്തനായിരിക്കുന്നു. അപ്പോ ആ ശ്രോതാവിന്റെ ആദിശാന്തി എന്നുള്ള നില ഇവിടെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്തെങ്കിലും ഒന്നിനെ പ്രാപിക്കാനോ ഏതെങ്കിലും ഒന്നിനെ നിരാകരിക്കാനോ അല്ല ഉപദേശിക്കുന്നത്. സ്വരൂപസ്ഥിതനാ ആവശ്യപ്പെടുകയാണ്, ആകാശമായിരിക്കാൻ പറയുകയാണ്. അവിടെ ആ സ്വരൂപത്തിൽ ഇതിന്റെ ഉത്പത്തിനാശങ്ങൾ സംഭവിക്കുന്നില്ല. പിന്നെ ഇതെവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാൽപ്പനികമായാണ്. അതുകൊണ്ട് അതവിടെ സ്പർശിക്കുന്നു. മറ്റൊരു ഉദാഹരണത്തിൽ പറയുന്നതാണ്, മരുഭൂമിയിലെ ജലം മരുഭൂമിയെ നനയ്ക്കുന്നില്ല. എന്നാലും നമ്മൾ ചോദിക്കും, പിന്നെ ഈ ജലം എവിടെയാ കാണുന്നത്? ജലമില്ലല്ലോ കാണാൻ. ഇല്ലാതിരിക്കുന്ന ഒന്നിനെ കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ്? ആ കാഴ്ച വാസ്തവമല്ല, പരമാർത്ഥമല്ല. ആ ജലം പരമാർത്ഥമല്ലാത്തതുകൊണ്ട് അത് മരുഭൂമിയെ നനയ്ക്കുന്നില്ല. താൻ ആദിശാന്തനായിരിക്കുന്നത് കൊണ്ട് തന്നെ തന്നിൽ അശാന്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വൃത്തികൾ തന്നെ ബാധിക്കുന്നില്ല, തന്റെ ശാന്തിയെ ഭഞ്ജിക്കുന്നില്ല. ഇതാണ് ആദിബുദ്ധന്റെ നില. ഇതാണ് പരമാർത്ഥമെങ്കിൽ നിങ്ങൾ ഈ വൃത്തികളെ നിരോധിച്ച് സമാധി എന്തിനു പ്രാപിക്കണം? അതിന്റെ ആവശ്യമില്ല. മറിച്ച് ഈ വൃത്തികളോട് താതാത്മ്യപ്പെട്ട് അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. രണ്ടിന്റെ ആവശ്യമില്ല. അത് സമുദ്രത്തിലെ അലകളെ പോലെ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് അതിന്റെ ശാന്തതയെ അതൊരിക്കലും ബാധിക്കുന്നില്ലല്ലോ. ആ സമുദ്രത്തിൽ തന്നെ ആ അലകൾ ബാധിക്കാത്തൊരു തലമുണ്ടല്ലോ, ശാന്തത. അതിനൂടെ ആദിശാന്തൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കുറച്ചു സമയം കണ്ണടച്ച് ധ്യാനിച്ചു എന്ന് പറഞ്ഞ് ശാന്തിയൊന്നും വരത്തില്ല. ശാന്തി വരും ഉറങ്ങുമ്പോൾ. നല്ല ഉറക്കം കിട്ടിയ ശാന്തി, അത് ശാന്തിക്കുള്ള ഒരു ഉപായം തന്നെയാണ്. അന്ധപ്രജ്ഞനായിരിക്കുന്നതുകൊണ്ട് അവിടെ ശാന്തി വരും. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നു, ഉറങ്ങാനല്ല എന്ന് പറയുന്നു. നമുക്ക് ശാന്തമാകാം. നമ്മൾ സുഖിയാകുന്നു, സന്തോഷവാനാകുന്നു, ശാന്തനാകുന്നു, അതൊക്കെ സംഭവിക്കാം. പക്ഷെ അതൊന്നും സ്ഥായിയല്ല.
ധ്യാനിക്കുമ്പോൾ ശാന്തനാകും, ധ്യാനം വിടുമ്പോൾ അശാന്തനുമാകും. ഞാൻ പറയുന്നത് ധ്യാനം വേണ്ടെന്നല്ല, തെറ്റിദ്ധരിക്കരുത്. ആദിശാന്തൻ ആകുന്ന എങ്ങനെയെന്ന് പറയുകയാണ്. അത് പ്രകൃതിയായി പറയുന്നു, അത് സഹജമാണ്, അതിന്റെ പ്രകൃതി എന്നാണ് പറയുന്നത്. യസ്മാത് ആദിശാന്ത നിത്യമേവ ശാന്ത അനുത്പന്ന അജാശ പ്രകൃതിയായവ. ഈ മനോവൃത്തികൾ, ചിത്തവിഭ്രമങ്ങൾ, ഇതൊന്നും തന്നിൽ സംഭവിക്കുന്നേയില്ല പരമാർത്ഥത്തിൽ. ഇതാണ് ആദിശാന്തന്റെ നിലപാടെന്ന് പറയുന്നത്. തന്നിലതില്ല. അനുഭവപ്പെടുന്നതോ അത് ഭ്രാന്തമായി, കാൽപ്പനികമായി. അതാണ് ആദിശാന്ത നിത്യമേവ. കുറെ കാലം ഇതൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ താനിതില്ലാതാക്കിയൊന്നുമല്ല. നിങ്ങളുടെ അസ്വസ്ഥതകൾ അത് ഭ്രാന്തമാണെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം ആ അസ്വസ്ഥതകളെ സ്വസ്ഥമാക്കുന്നതിന് ധ്യാനം ഉപകരിക്കും. അതുകൊണ്ടാണ് ധ്യാനം ആവശ്യമില്ലാത്തതാണെന്ന് ഞാൻ പറയാം. അത് ഉപയോഗമുള്ളതാണ്. ഏതുവരെ ഇത് ഭ്രാന്തമാണ്, ഇത് കാൽപ്പനികമാണ് എന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം അതിനെ മെരുക്കുന്നത് നല്ലതാണ്, അതിനെ ശാന്തമാക്കുന്നത് നല്ലതാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അശാന്തിയിൽ നിന്നുകൊണ്ട് അതിനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നു. അശാന്തമായ ഇതിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ അശാന്തമായതിനെ വാസ്തവത്തിൽ ശാന്തമാക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് യോഗവും ജ്ഞാനാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം. നിധിധ്യാസനം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ജ്ഞാനാഭ്യാസം. അവിടെ പരമാർത്ഥമായി അനുഭവപ്പെടുന്നു അസ്വസ്ഥത. പരമാർത്ഥമായി തന്നെ അവിടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നു. ഇവിടെ പറയുന്നു ഇവിടെ അസ്വസ്ഥത അങ്ങനെയൊന്നും പരമാർത്ഥത്തിലില്ല. പരമാർത്ഥത്തിലുള്ള സ്വസ്ഥത എന്ന് പറയുന്നത് എന്താണ്? അത് ആദിശാന്തിയാണ്. അത് സദാ ഉള്ളതാണ്. ആ സ്വസ്ഥതയിൽ എന്തെല്ലാം അസ്വസ്ഥതകളോ വന്നോട്ടെ, വരികയോ പോവുകയോ ചെയ്യട്ടെ, അവിടെ ശാന്തിക്കും അശാന്തിക്കും ഒരേ സ്ഥാനമാണ്. ഒന്ന് മോശവും മറ്റൊന്ന് മെച്ചവുമല്ല. രണ്ടും കാൽപ്പനികമാണ്, രണ്ടും കൃത്രിമമാണ്. അപ്പോൾ നിങ്ങൾ ധ്യാനത്തിൽ ഇല്ലാതാക്കുന്ന ആ അസ്വസ്ഥത അത് കൃത്രിമമാണ്. അവിടെ നിങ്ങൾ ആർജിക്കുന്ന സ്വസ്ഥത അതും കൃത്രിമമാണ്. ആ സ്വസ്ഥതയിൽ നിങ്ങൾ നൂറ്റാണ്ടുകൾ നിലനിന്നാലും ശരി ഇവിടെ പറയുന്ന ആദിശാന്തനാകാൻ കഴിയത്തില്ല. ആദിശാന്തനാകുന്ന എന്താണ്? ഇത് പ്രകൃതിയാണ് എന്ന് ബോധിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ആ ആദിശാന്തിയിൽ സ്വയം സ്ഥിതി ചെയ്യുമ്പോഴാണ്, അതിൽ സുസ്ഥിരനാകുമ്പോഴാണ്. അതെന്താണ്? അനുത്പന്ന അജ. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. സമാധിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നല്ലതാണ് കുറച്ചു കാലം ശാന്തനായിരിക്കാൻ കഴിയുമെങ്കിൽ. സമാധിയായാലും ദോഷമില്ല. പക്ഷെ ഇവിടെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇവിടുത്തെ ആ ശാന്തി നിങ്ങൾ ഉണ്ടാക്കിയതല്ല. സമാധിയിൽ പോകുന്നതിന് പരിശ്രമം വേണ്ടേ? യമനിയമാദികൾ ശീലിക്കണ്ടേ? അത് ഉത്പന്നമാണ്. ഇവിടെ അതല്ല, അനുത്പന്നമാണ്. അജ, ജനിക്കാത്തതാണ്, ജനിക്കാത്ത ശാന്തിയാണ്, സ്വസ്വരൂപമാണത്, പ്രകൃതിയായവ. അത്
സഹജമാണ്. പ്രകൃതി എന്ന് വെച്ചാൽ സഹജമാണ്. സുനിർവൃത്താഹ സുഷ്ടു ഉപരത സ്വഭാവാഹ, അതിന്റെ സ്വഭാവം തന്നെ ഉപരതമാണ്, നിത്യനിവൃത്തമാണ് എന്നർത്ഥം. അപ്പോൾ ഈ അനുഭവപ്പെടുന്നത്, ഈ കാണുന്നത് ഇതിനെ കാൽപ്പനികമായി കാണുന്നു, പരമാർത്ഥമായി കാണുന്നു. ഇതിന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴാണോ ഇതിനെ പരമാർത്ഥമായി കാണുന്നത് അവിടെ ശാന്തിയും അശാന്തിയും മാറി മാറി വരും. ഒന്നിന് സ്ഥായിയായി നിൽക്കാൻ കഴിയില്ല. അശാന്തിയിൽ നിന്ന് നിങ്ങൾ ശാന്തിയിലേക്ക് പോകും, പരിശ്രമിച്ച് ആ ശാന്തിയിൽ നിന്ന് അശാന്തിയിലേക്ക് വരും സഹജമായിട്ട്. അതാണ് ധ്യാനവും സമാധിയും വിധാനവും എന്ന് പറയുന്നത്. വിധാനം സഹജമായി വരും, സമാധി പരിശ്രമത്തിലൂടെയും പോകും. അതിനെല്ലാം ഇവിടെ ബോധിപ്പിക്കുന്നു. ഇവിടെ ഈ സമാധി എന്ന് പറയും, ശബ്ദം ഒന്നാണെങ്കിലും ആശയം രണ്ടായിരിക്കും. ഇതെന്താണ്? സ്വഭാവ. ഇവിടെ സ്വസ്വരൂപമാണ്. ശാന്തി സ്വസ്വരൂപമാണെന്ന് അറിയുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായി വരുന്ന ഈ കൃത്രിമമായ ശാന്തിയും അശാന്തിയും രണ്ടും തുല്യം. രണ്ടും ദ്വന്ദ്വം. അവൻ ദ്വന്ദ്വാതീതനായിരിക്കുന്നു. രണ്ടും കാൽപ്പനികം. അവൻ പരമാത്മസ്വരൂപനായിരിക്കുന്നു എന്ന് പറയുന്നു. സുഷ്ടോ ഉപരത സ്വഭാവ. ഉപരതം അവന്റെ സ്വരൂപം, ഉപരതി അവന്റെ സ്വരൂപം തന്നെയായിരിക്കുന്നു. സർവേ ധർമ്മ. അതിന്റെ ഫലമായിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി പറയുന്നത്. മുഖ്യമായി പറയുന്ന ആദിശാന്തിയെക്കുറിച്ചാണ്. അത് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ദൃഷ്ടാന്തങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. ഇത് മരീചികയുടെ ദൃഷ്ടാന്തമെടുത്താലും മനസ്സിലാകും, ആകാശ ദൃഷ്ടാന്തമെടുത്താലും മനസ്സിലാകും, സമുദ്രത്തിന്റെ ദൃഷ്ടാന്തമെടുത്താലും മനസ്സിലാകും. എന്താണ്? ഒന്ന് ദ്വന്ദ്വാത്മകമായ തലം, മറ്റൊന്ന് ദ്വന്ദ്വാതീതമായ തലം. ഇവിടെ പറയുന്ന ആദിബുദ്ധൻ ദ്വന്ദ്വാതീതമായ തലത്തിൽ നിന്നുകൊണ്ട് ഈ ദ്വന്ദ്വങ്ങളെ കാണും. അയാൾക്ക് വിശേഷിച്ചൊന്നിനെ സാക്ഷാത്കരിക്കാനോ വിശേഷിച്ചൊന്നിനെ ഉപരമിപ്പിക്കാനോ ഒന്നുമില്ല. അയാൾ സ്വയം സാക്ഷാത്കാര സ്വരൂപത്തിലിരിക്കുന്നു. അതിനെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അനായാസസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബാക്കി സംഭവിക്കുന്നതോ കൽപ്പനകൾ ആയിട്ടറിയുന്നു. ആ കൽപ്പനകൾ അതും പ്രകൃത്യാ സഹജമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അവിടെ അയാൾ ആദിശാന്തനായും ആദിബുദ്ധനായും ഇരിക്കുന്നു. മുമ്പ് പറഞ്ഞ ആദിബുദ്ധന്റെ ഒരാൾ ആദിബുദ്ധനെന്ന് നമ്മളെന്താ പറയാൻ കാരണം? അത് നിർവ്വാണത്തെ പ്രാപിച്ചതുകൊണ്ടാണ്. അപ്പൊ അയാളുടെ നിർവ്വാണം എന്താണ് എന്നുള്ളതാണ് ഈ ആദിശാന്തി എന്നുള്ളതുകൊണ്ട് പറയുന്നത്. മുക്തനെക്കുറിച്ചും മുക്തിയെക്കുറിച്ചും ഇവിടെ പറയുന്ന അതാണ്. അത് അന്യമായി ഗ്രഹിക്കാനല്ല ഇവിടെ പറയുന്നത്. ഏതെങ്കിലും ഒരു മുക്തനെ കണ്ടെത്താനോ ഏതെങ്കിലും ഒരു ആളുടെ മുക്തിയെക്കുറിച്ച് പഠിക്കാനോ അല്ല. ഇവിടെ ആചാര്യൻ പറയുന്നത് സർവരും മുക്തന്മാരും സർവരിലും മുക്തിയും സ്ഥിതി ചെയ്യുന്നുവെന്ന് സർവരും ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. ആണ് സർവേ ധർമ്മ. അതാണ് മറ്റുപദേശങ്ങളിൽ നിന്നും ഇവിടുത്തെ ഉപദേശത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിന് അജാതവാദം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ വിശേഷത. ആദിശാന്താഹ്യനുത്പന്ന പ്രവൃത്തിൈവ നിർവൃത സർവേ ധർമാ സമാഭിന്ന
അജം സാമ്യം വിശാരദം